കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നിനക്ക് ഒരുക്കിത്തരും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് എന്നോട് ഡോക്ടറിൻ്റെ ഓപ്ഷൻ പറഞ്ഞത് IVF ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് IVF ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല, ഇനി ഞാൻ അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ല, മാതാവ് എനിക്ക് തരുവാണേ അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇനി പേര് സുനിത വർഗീസ്, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കുഞ്ഞാണിത്. ഞാനാണെങ്കിൽ 8 വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 9ാം വർഷം, എനിക്ക് 9 വർഷം കഴിഞ്ഞു ഈ കുഞ്ഞ് ലഭിച്ചിട്ടിപ്പോൾ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 9.5 വർഷമായി. ഞാനാണ് ഈ കൃപാസനത്തിൽ ഞാൻ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. 4 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു. 2024 ഫെബ്രുവരി 12-ാം തീയതി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഞാൻ അന്ന് 1 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതിന് മുമ്പെയാണ് ഞാനാണ് 2023 ഫെബ്രുവരി 12-ാം തീയതി ഞാനിവിടെ വന്നായിരുന്നു. വന്നിട്ട് ഞാനാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞിട്ട് പോയി. എനിക്ക് ഇനിയും കൃപാസനത്തിൽ വരുവാണെങ്കിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടേ ഞാൻ മതിയാവൂ, എനിക്ക് കുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്കിനി ആരുടെയും ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സ്റ്റാഫ് നേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ക്യാൻഡിൽ പ്രയർ ഞാൻ ചൊല്ലുമായിരുന്നു. രാവിലെ 5:30-ക്കും വൈകിട്ട് 7 മണിക്കും ചൊല്ലുമായിരുന്നു. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പ്രയർ ചൊല്ലുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ അച്ചാച്ചാ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് ദൈവം തരാനുള്ളത് നമുക്ക് തരും, ഏതായാലും 1 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം തരും. അങ്ങനെ ഡിസംബർ 30-ാം തീയതി 2023 ഡിസംബർ 30-ാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഞാൻ ഓൾറെഡി പോസ്റ്റ് BSc ചെയ്യാൻ ആഗ്രഹിച്ചായിരുന്നു. പ്രഗ്നൻ്റ് ഇങ്ങനെ ആകുന്നതിൻ്റെ പ്രയാസത്തിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. ആ വർഷം തന്നെ എനിക്ക് പോസ്റ്റ് BScയുടെ എക്സാമും എഴുതാൻ പറ്റി. ഞാൻ ഫസ്റ്റ് ഇയർ പോസ്റ്റ് BSc എക്സാമും എഴുതി. ഞാൻ ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി പാസ്സായി. ഇനി സെക്കൻഡ് ഇയറിൽ ഞാൻ അടുത്തത് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ലഭിച്ച കൃപയെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെയാണ്. ഞാൻ എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. അവൾ വന്ന് പറഞ്ഞു, ഇടി നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നിനക്ക് ഒരുക്കിത്തരും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് എന്നോട് ഡോക്ടറിൻ്റെ ഓപ്ഷൻ പറഞ്ഞത് IVF ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് IVF ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല, ഇനി ഞാൻ അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ല, മാതാവ് എനിക്ക് തരുവാണേ അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഇനി ഞാൻ ഇതിനോട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണിത്. എനിക്കൊരു ആൺകുഞ്ഞാണ്. ഇവൻ്റെ പേര് എഡ്വിൻ വർഗീസ് ജോൺ എന്നാണ്. ഇന്ന് 58 ദിവസമായി. 1.5 മാസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ. 1000 നന്ദി. ഞാൻ എൻ്റെ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു.